ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നൽകുകിൽ നേടാം എന്നുള്ള യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ യൂണിറ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്, അതും കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം നൽകുകിൽ നേടാം എന്നതാണ് യൂണിറ്റിൻ്റെ പേരായിട്ട് വരുന്നത്. ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. വെള്ളം കോരാൻ പോകുമ്പോഴാണ് പെൺകുട്ടി അത് കണ്ടത്. പാവം പൂമ്പാറ്റ ഈ മുൾച്ചെടികൾക്കിടയിൽ എങ്ങനെ പെട്ടു? അത് ചിറകു വിടർത്തിയാൽ കീറിപ്പോയത് തന്നെ, അവൾ വിചാരിച്ചു. അവൾ അതീവ ജാഗ്രതയോടെ പൂമ്പാറ്റയെ പുറത്തെടുത്തു. ഹാവ് സുന്ദരി പൂമ്പാറ്റ, ഇനി നീ പേടിക്കേണ്ട, പറന്നുപോയിക്കോ, അവൾ പറഞ്ഞു. പെട്ടെന്ന് പൂമ്പാറ്റ ഒരു മാലാഖയായി മാറി. മാലാഖ പറഞ്ഞു, സുന്ദരി, നീയും പേടിക്കേണ്ട, നിന്റെ നല്ല മനസ്സിന് ഞാനൊരു വരം തരാം, ചോദിക്കൂ. മാലാഖ നിർബന്ധിച്ചപ്പോൾ പെൺകുട്ടി വരം ചോദിച്ചു. എങ്കിൽ എനിക്കെന്നും സന്തോഷമായിരിക്കാനുള്ള വരം തരൂ. ഉടൻ മാലാഖ അവളുടെ കാതിൽ ഒരു രഹസ്യം പറഞ്ഞു. അന്നു മുതൽ അവൾ ആഹ്ലാദവതിയായി. കാലം കടന്നുപോയി. പെൺകുട്ടി യുവതിയായി, അമ്മയായി, അമ്മൂമ്മയായി, ഒടുവിൽ മരണശയ്യയിലും. നോക്കൂ, ഇപ്പോഴും അവൾ സന്തുഷ്ടയാണ്. അതിൻ്റെ രഹസ്യം നമുക്കൊന്ന് ചോദിക്കാം. ഓ, അതാണോ മക്കളെ കാര്യം? രഹസ്യം പറയാം, കേട്ടോളൂ. വൃദ്ധ മാലാഖയുടെ കഥ പറഞ്ഞു കേൾപ്പിച്ചു. എന്താണ് മുത്തശ്ശി അന്ന് മാലാഖ കാതിൽ പറഞ്ഞ രഹസ്യമന്ത്രം? പറയാം മക്കളെ. മാലാഖ പറഞ്ഞു, നിന്നെ കൊണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട്. ഇത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ചോളൂ. ഇതാണ് മാലാഖ അന്ന് പറഞ്ഞു കൊടുത്ത കാര്യം. അതോടുകൂടിയിട്ടാണ് ആ പെൺകുട്ടി സന്തോഷവതിയായി ഇത്രയും കാലം ജീവിച്ചത്. ആനന്ദത്തിന്റെ രഹസ്യം ജോൺ സി ജേക്കബ് എഴുതിയതാണ്. ഉറങ്ങുന്നവരുടെ താഴ്വരകൾ എന്നുള്ള പുസ്തകത്തിൽ നിന്ന് എടുത്തതാണിത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പ്രവേശക പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്, അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, പൂമ്പാറ്റയെ പെൺകുട്ടി എങ്ങനെയാണ് സഹായിച്ചത്? എങ്ങനെയായിരുന്നു? പൂമ്പാറ്റ മുൾച്ചെടികൾക്കിടയിൽ പെട്ടുകിടക്കുകയായിരുന്നു. അത് ചിറകു വിടർത്തിയാൽ മുള്ളുകൊണ്ട് അതിന്റെ ചിറക് കീറിപ്പോകുമെന്ന് പെൺകുട്ടിക്ക് മനസ്സിലായി. അവൾ അതീവ ശ്രദ്ധയോടെ പൂമ്പാറ്റയെ പുറത്തെടുത്തു. നീ പേടിക്കേണ്ട, പറന്നുപോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പെൺകുട്ടി പൂമ്പാറ്റയെ രക്ഷിച്ചത്. 2ാമത്തെ ചോദ്യം, മാലാഖയുടെ രഹസ്യ മന്ത്രം എന്തായിരുന്നു? ആ മന്ത്രം പെൺകുട്ടിയുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരുന്നു? നിന്നെ കൊണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട്. ഇത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചോളൂ എന്നായിരുന്നു മാലാഖ നൽകിയ രഹസ്യമന്ത്രം. ആ മന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ എപ്പോഴും ആഹ്ലാദവതിയായി ജീവിച്ചു. കാലം കടന്നുപോയി. പെൺകുട്ടി യുവതിയായി, അമ്മയായി, അമ്മൂമ്മയായി, ഒടുവിൽ മരണശയ്യയിലും എത്തി. അപ്പോഴും അവർ സന്തുഷ്ടരായി കാണപ്പെട്ടു. നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുമ്പോൾ ജീവിതം സന്തോഷം നിറഞ്ഞതാകും. നമ്മെ കൊണ്ട് എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന ബോധ്യത്തിലാവണം നമ്മുടെ ജീവിതം. മറ്റുള്ളവരെ ചുറ്റുമുള്ളവരെ നോവിക്കാതെ ആവശ്യങ്ങൾ നിറവേറ്റി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നതും അതിൽ സന്തോഷം നിറയുന്നതും. അങ്ങനെയാണ് ആ പെൺകുട്ടി ഇത്രയും കാലം വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചത്. ഇനി നമുക്ക് നേരെ പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളിലേക്കും കടക്കാം. പ്രകൃതിയോട് ചേർന്നു നിന്നും പ്രകൃതിയിൽ ഇടപെട്ടുമാണ് കൃഷി മുന്നോട്ട് പോയത്. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ വളരെ പ്രധാനവും അതുപോലെ മനുഷ്യന്റെ ജീവിതം ഒരു വഴിത്തിരിവിലേക്ക് എത്തിയതും കൃഷി കണ്ടുപിടിച്ചതോട് കൂടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. വയൽ കാഴ്ചകൾ എന്നതാണ് കവിതയുടെ പേര്. ഓക്കെ, വയൽ കാഴ്ചകൾ. പേമഴ പെയ്കെ പാരമിരിറും പുലർക്കാലം പൂഴി കീഴ്മേലായി 2 ഭാഗത്തും മറിയവേ കാളയെ പൂട്ടി തയ്യാറാക്കിയ ചെമ്മൺമേട്ടിൽ കീറിയോരിറച്ചിപ്പോൽ നീർവാലും കരിച്ചാലിൽ ഊന്നിയ വിത്തൊക്കെയും മുളച്ചു പൊന്തിടുമ്പോൾ തിന്നുവാൻ വന്നെത്തിയ കലമാൻ പച്ചം പോലെ പനയോലയാൽ തീർത്തു കാൽ നീണ്ട കുട ചൂടി പണിയാൻ ഉത്സാഹം പൂണ്ടെത്തിയ കൃഷിവലർ പറ കൊട്ടിയിടും താളമൊപ്പിച്ചും കൊത്തിക്കിളച്ചടി വേരോടെ കളകുറ്റികൾ പറിക്കുന്നു. വിസ്തൃതം പുനം അതിൽ വിളഞ്ഞു വരക് ഇനി എത്രയും രുചിയെഴുമതിൻ്റെ കതിരുകൾ ഉണ്ണുവാനെങ്ങെത്തിയിടും തലയിൽ കുടുമയും വർണ്ണചിത്രമാം വാലുമിയലും മയിലുകൾ പുറമേ കറുപ്പെഴും വരകിൻ കതിർ തിന്നിട്ടവ പീലികൾ വിരിച്ചെത്രയും പുളപ്പോടെ കൊല്ലയിലുഴന്നു വരച്ചുക ചോറുണ്ണുമ്പോൾ
തെല്ലൊരു തണൽ കിട്ടാൻ വെട്ടാതെ നിർത്തിയിട്ടുള്ള വാലു താമിലയെഴും കരുന്തര മരത്തിന്റെ വളഞ്ഞ കൊമ്പിൽ കയറി അന്തസാർ നീരുന്നീടും. അകം കവിതകൾ ഇടയ്ക്കാടനാറിൻ്റെതാണ്. പരിഭാഷയാണ് NV കൃഷ്ണ വാര്യർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ്, ഒരു അകം കവിതകളാണ്, അഥവാ ഈ ഒരു നമ്മുടെ തമിഴുമായി കലർന്നിട്ടുള്ള ഭാഷകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇടയ്ക്കാടനാറാണ് എഴുതിയിട്ടുള്ളത്. അത് മലയാളത്തിലേക്ക് NV കൃഷ്ണ വാര്യറാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൃഷിയെ കുറിച്ചിട്ടും കൃഷിയിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് എന്നതിനെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്കിതിലെ പ്രവർത്തനം നോക്കാം. ഒന്ന് ഈണത്തിൽ ചൊല്ലാം എന്നുള്ള പ്രവർത്തനമാണ്. സംഘങ്ങളായി കവിത ഈണത്തിൽ ചൊല്ലു. കവിത ചൊല്ലുന്നത് കൂടുതൽ മികച്ചതാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ നിങ്ങളുടെ ക്ലാസ്സിൽ ഒന്ന് ചർച്ച ചെയ്യാം. രണ്ടാമത്തേത് കവിതയിലെ കാഴ്ചകൾ എന്നുള്ളതാണ്. മഴ പെയ്യുന്ന പ്രഭാതം, വയലിൽ വെള്ളം വാർന്നു പോകുന്ന ചാലുകൾ, കൃഷിക്കാരുടെ വരവ്, കള പറിക്കുന്ന കൃഷിപ്പണിക്കാർ, കതിരുകൊത്താൻ വരുന്ന മയിലുകളുടെ ഭംഗി, മയിലുകളുടെ മരത്തിൽ കേറിയുള്ള ഇരിപ്പ്. ഈ ആശയങ്ങൾ വരുന്ന വരികൾ കണ്ടെത്തി ചൊല്ലാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് മഴ പെയ്യുന്ന പ്രഭാതം എന്നുള്ളതാണ്. പേമഴ പെയ്കെ പാരമിരുളു പുലർക്കാലം എന്നുള്ള വരിയാണ്. ഓക്കെ. രണ്ടാമത്തേത് വയലിൽ വെള്ളം വാർന്നു പോകുന്ന ചാലുകൾ എന്നുള്ള അർത്ഥം വരുന്നത് കീറിയോരി ഇറച്ചി പോൽ നീർവാലും കരിച്ചാലിൽ എന്നുള്ളതാണ്. അടുത്തത് കൃഷിക്കാരുടെ വരവ് കാണിക്കുന്നത് പനയോലയാൽ തീർത്തു കാൽ നീണ്ട കുട ചൂടി പണിയാൻ ഉത്സാഹം പൂണ്ടെത്തിയ കൃഷിവലർ എന്നുള്ളതാണ്. അടുത്തത് കള പറിക്കുന്ന കൃഷിപ്പണിക്കാരെ കുറിച്ച് പറയുന്നത് പറ കൊട്ടിയിടും താളമൊപ്പിച്ചു കൊത്തിക്കിളച്ചടി വേരോടെ കളക്കുറ്റികൾ പറിക്കുന്നു എന്നുള്ള വരിയാണ്. ഇനി അടുത്തത് കതിരു കൊത്താൻ വരുന്ന മയിലുകളുടെ ഭംഗിയാണ്. എത്രയും രുചിയെഴും അതിൻ്റെ കതിരുകൾ ഉണ്ണിവാനിതെങ്ങെത്തിയിലും തലയിൽ കുടുമയും വർണ്ണചിത്രമാം വാലുമിയലും മയിലുകൾ എന്നുള്ള വരിയാണ്. അവസാനത്തേത് മയിലുകളുടെ മരത്തിൽ കയറിയുള്ള ഇരിപ്പ് സൂചിപ്പിക്കുന്നത് വലുതാമിലയെഴും കരുന്തര മരത്തിന്റെ വളഞ്ഞ കൊമ്പിൽ കയറി എന്തസാർന്നിരുന്നീടും എന്നുള്ള വരിയാണ്. ഓക്കെ. അടുത്ത പ്രവർത്തനം നോക്കാം. ചിത്രത്തിലൂടെ കവിതയിലേക്ക് എന്ന് പറയുന്ന പ്രവർത്തനമാണ്. ഇവിടെ കവിതയോടൊപ്പം പുസ്തകത്തിൽ കൊടുത്ത ചിത്രവുമായി ബന്ധപ്പെട്ട വരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ വരിയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് പുറമേ കറുപ്പെഴും വരകിൻ കതിർ തിന്നിട്ടവ പീലികൾ വിരിച്ചെത്രയും പുളപ്പോടെ എന്ന് തുടങ്ങുന്ന വരിയാണ്. അത് മുതൽ നമ്മൾ അവസാനം വരെയുള്ള വളഞ്ഞ കൊമ്പിൽ കയറി അന്തസാർ നീരുന്നീടും എന്നുള്ള വരി വരെയാണ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് പനയോലയിൽ തീർത്തു കാൽ നീണ്ട കുട ചൂടി എന്ന് തുടങ്ങി അത് അവസാനം നമ്മുടെ കൊത്തിക്കിളച്ചടിവേരോടെ കളക്കുറ്റികൾ പറിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്തൊക്കെയാണ്, ഒരു കൃഷിക്കാരൻ കള പറിക്കുന്നതും മയിലിരിക്കുന്നതും ഇത് രണ്ടുമാണ് അവിടെ ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഇവിടുന്ന് മുതലുള്ള ഈ വരികളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം പണ്ടത്തെ വാക്കുകൾ എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ഈ കവിതയിലുണ്ട്. ഉദാഹരണം പുനം. കവിതയിൽ അത്തരം വാക്കുകൾ കണ്ടെത്തി എഴുതൂ. അവയുടെ അർത്ഥം ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? നിഘണ്ടു നോക്കി അർത്ഥം കണ്ടെത്തൂ. ഇങ്ങനെ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത വാക്കുകൾ ഈ കവിതയിൽ ചേർത്തതിന് കാരണം എന്താവും ചർച്ച ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പുനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് പിടിച്ച ഭൂമി എന്നാണ് അർത്ഥം. വരക് എന്ന് പറഞ്ഞാൽ ഒരു തരം ചെറുധാന്യമാണ്. കുടുമ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ പണ്ട് നീട്ടി വളർത്തി കെട്ടിവെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, അതിനെ പറയുന്നതാണ്. വെക്കുന്ന തലമുടിയെ പറയുന്നതാണ് കുടുമ എന്ന് പറയുന്നത്. കൊല്ല എന്ന് പറഞ്ഞാൽ മലയരികിലെ കൃഷിഭൂമിയാണ് കൊല്ല. കുരുന്തമരം എന്ന് പറഞ്ഞാൽ കാട്ടുനാരകം ആണ്. ഇനി ഇതിന്റെ കാരണം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ പണ്ട് ചെയ്തിരുന്ന കൃഷികളെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. മലയരികിലാണ് കൃഷിഭൂമി. നമ്മുടെ നാട്ടിലെ കൃഷിരീതികളിൽ നിന്നും വ്യത്യസ്തമായി കളക്കുറ്റികൾ പറിക്കുന്ന സമയത്ത് പറ കൊട്ടുന്ന കാഴ്ച കവിതയിൽ കാണാം. മാനുകളും മയിലുകളുമെല്ലാം പാടത്തെത്തി ആഹാരം കഴിക്കുന്നതും കവിതയിലുണ്ട്. കൃഷിസ്ഥലം മലയരികിലായതിനാൽ പക്ഷി മൃഗാദികളെയൊക്കെ കൃഷിസ്ഥലത്തെത്തി വിശപ്പ് മാറ്റിയിരുന്നു. പഴയ കാലത്തെ കൃഷിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ആവിഷ്കരിക്കുന്നതിനാൽ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത പല വാക്കുകളും കവിതയിൽ കടന്നു വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി അടുത്തത് മറ്റൊരു കൃഷിക്കാഴ്ച എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമാണ്. തന്റെ കൃഷിസ്ഥലത്തെ വിത്തിറക്കാൻ പാകപ്പെടുത്തി കൃഷിക്കാരനായ കൊണ്ടോരൻ കാത്തിരിക്കുമ്പോൾ പുതുമഴ പെയ്തു കാടുകത്തിയ പന്നിക്കോടൻ മലയുടെ ചാരവെള്ളം ചാലുകൾക്ക് ഒലിച്ചിറങ്ങി
അത്തിക്കോട്ടിൽ താളം കെട്ടി നിന്നു. വേർപണിഞ്ഞ ഭൂമിദേവി കെട്ടിപ്പുണർന്നുകൊണ്ട് കുളിർക്കാറ്റു വീശി. പാറ്റുകൾ പറന്നുയർന്നു. പൂക്കുറ്റിപ്പൊരി പോലെ നിലത്തു വീണിഴഞ്ഞു. തൂങ്ങിക്കിടക്കുന്ന കൊന്നക്കുലകൾ, കുളിർത്തു പച്ചില പടർപ്പായ അത്തികൾ, ചിലക്കാൻ തുടങ്ങുന്ന തവളകൾ എല്ലാം കണ്ടും കേട്ടും കൊണ്ടോരൻ തുള്ളിച്ചാടി. മണ്ണിന്റെ മാറിലെന്ന് ചെറുകാട് എഴുതിയ ഒരു ചെറിയ കഥയാണ്, കുഞ്ഞു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത്. വയൽ കാഴ്ചകൾ എന്ന കവിതയിലും ചെറുകാടിന്റെ നോവൽ ഭാഗത്തും അവതരിപ്പിച്ചിരിക്കുന്ന കൃഷിയിടങ്ങളുടെ സവിശേഷതകളും സൗന്ദര്യവും താരതമ്യം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞവതരിപ്പിക്കൂ. അവ ചേർത്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനും പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ടിലും എന്താണ് പറയുന്നത്? വയൽ കാഴ്ചകൾ എന്നുള്ള കവിതയിലും ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നോവൽ ഭാഗത്തും എന്താണോ പറയുന്നത് എന്നതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. വയൽ കാഴ്ചകൾ എന്ന കവിതയിൽ പഴയ കാലത്തെ കൃഷിരീതികളാണ് അവതരിപ്പിക്കുന്നത്. മണ്ണിനോടും ജീവജാലങ്ങളോടും അവർ സ്നേഹത്തോടെ പെരുമാറി. പെരുമഴ പെയ്ത് വയലിൽ വെള്ളം നിറയുമ്പോൾ കർഷകർ കളയുമായി ഇറങ്ങുന്നു. കള പറിച്ചും കൊത്തുപാട്ട് പാടിയും അവർ അധ്വാനം ചെയ്യുന്നു. വിളഞ്ഞ വരക് കയലിൽ കുടുമയും ഭംഗിയേറിയ വാലുമായി മയിലുകൾ എത്തുന്നു. വിശ്രമത്തിനായി മരത്തണലിൽ ഇരിക്കുന്ന കർഷകരുടെ ജീവിതവും പ്രകൃതിയുമായുള്ള ചേർച്ചവും കവിത മനോഹരമായി വരച്ചു കാണിക്കുന്നു. അതേസമയം മണ്ണിന്റെ മാറിൽ എന്ന ചെറുകാടിന്റെ നോവൽ ഭാഗത്ത് പ്രകൃതി ദൃശ്യങ്ങളുടെ ഭംഗിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പുതുമഴ പെയ്തപ്പോൾ മലകളിൽ നിന്നൊഴുകിയ വെള്ളം ചാലുകളിലൂടെ പാടങ്ങളിലേക്ക് എത്തുന്നു. പൂക്കളും ഇലകളും പച്ചപ്പുമായി പ്രകൃതി പുതുക്കുന്നു. പാറ്റകളുടെയും തവളകളുടെയും സാന്നിധ്യം മഴക്കാലത്തിന്റെ സജീവതയെ ഉയർത്തിപ്പിടിക്കുന്നു. ഇരു രചനകളിലും മഴയാണ് പ്രധാന ഘടകം. എന്നാൽ വയൽ കാഴ്ചകൾ കൃഷിയെയും കർഷകരുടെ അധ്വാന സൗന്ദര്യത്തെയും വരച്ചു കാട്ടുമ്പോൾ മണ്ണിന്റെ മാറിൽ പ്രകൃതിയുടെ സൗന്ദര്യത്തെയും ജീവജാലങ്ങളുടെ സജീവതയെയും ആസ്വാദികരമായി അവതരിപ്പിക്കുന്നു. ഒന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട പ്രകൃതി, മറ്റൊന്ന് മലയോര പ്രകൃതി. ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ വായനക്കാരന് സമ്മാനിക്കുന്നതാണ് ഈ കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടിലും ഏകദേശം ഒന്നാണ്, പക്ഷെ രണ്ടും രണ്ട് രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലാണ് അവതരണം എന്ന് മാത്രം. അപ്പൊ ഇതോടുകൂടി ഈ പാഠഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത പാഠഭാഗം അതിജീവനത്തിന്റെ തുടക്കം എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പാഠഭാഗം നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാരൊക്കെ പോയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.